കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് നടൻ ദിലീപും സംവിധായകൻ നാദിർഷയും പോലീസിൽ പരാതി നൽകി. പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു കേസിൽ തങ്ങളുടെ പേര് കൂടി വലിച്ചിഴക്കാതിരിക്കാൻ 1.5 കോടി രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. വിഷ്ണുയുടെ ശബ്ദരേഖയും പോലീസിന് കൈമാറി. വിശദാംശങ്ങളുമായി സിബി ചേരുന്നു. സിബി, ഏത് രീതിയിലാണ് ഇപ്പോൾ കേസ് മുമ്പോട്ട് പോകുന്നത്? മറ്റു വിവരങ്ങൾ. ഈ കഴിഞ്ഞ ഏപ്രിൽ 20-നാണ് ദിലീപും നാദിർഷയും അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി നൽകിയത്. ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പേരുകൾ കൂടി വലിച്ചേക്കാതിരിക്കാൻ 1.5 കോടി രൂപ ആവശ്യപ്പെട്ട് ഫോണിലൂടെ ഭീഷണി മുഴക്കിയെന്നാണ് ഇന്ന് നാദിർഷ നൽകിയ പരാതിയിലുള്ളത്. ഈ പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു ആണെന്ന് സ്വയം പരിചയപ്പെടുത്തിയായിരുന്നു ഇയാൾ തങ്ങളെ ഫോണിൽ വിളിച്ചത്. ദിലീപിനെ വിളിച്ചു കിട്ടാത്തതിനാൽ തന്റെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നെന്നും നാദിർഷ പറയുന്നുണ്ട്. പിന്നീട് ഈ ദിലീപിന്റെ പേര് കേസിലേക്ക് വലിച്ചഴിച്ചാൽ തനിക്കും ഇയാൾ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നും നാദിർഷ പറയുകയുണ്ടായി. സിനിമയിൽ തന്നെ മറ്റു ഉന്നതരാണ് ഈ തങ്ങളെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിക്കുന്നതെന്നും ഇയാൾ ഈ വിഷ്ണു എന്ന് പേര് പറയുന്ന ആൾ പറയുന്നതായും നാദിർഷ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തനിക്കെതിരെയുള്ള ഈ ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ഈ റെക്കോർഡിന്റെ ശബ്ദരേഖ പോലീസിന് നൽകുകയും ഇവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തെളിവ് സഹിതമാണ് ഇന്നിപ്പോൾ നാദിർഷയും ദിലീപും കഴിഞ്ഞ ഏപ്രിൽ 20-ന് പരാതി നൽകിയിട്ടുള്ളത്. ഇങ്ങനെ പരാതി നൽകിയതായി ദിലീപും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പരാതിയിൽ തന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തണമെന്നും ജനങ്ങൾ സത്യം പറയട്ടെ എന്നും ദിലീപ് പറയുകയുണ്ടായി. തന്റെ സിനിമകളെയും തന്നെയും തകർക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണോ ഇതിന് പിന്നിലെന്നും സംശയിക്കുന്നതായും ദിലീപ് പ്രതികരിക്കേണ്ടായി. ഇത്തരത്തിൽ ഈ പരാതിയിൽ മേലാണ് പോലീസ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് പൾസർ സുനിയോടൊപ്പം കാക്കനാട് ജയിലിൽ കഴിഞ്ഞിരുന്ന മറ്റൊരു പ്രതി രംഗത്ത് വന്നിരുന്നു. സഹതടവുകാരായ ജിംസൺ, ചാലക്കുടി സ്വദേശിയായ ജിംസനാണ് പെരുമ്പാവൂർ പോലീസിന് ഇത്തരത്തിലൊരു മൊഴി നൽകിയത്. എന്നാൽ ഇതിൽ സിനിമാക്കാർക്ക് ബന്ധമില്ലെന്നാണ് ജിംസൺ പ്രധാനമായും പറഞ്ഞത്. ഇത്തരത്തിൽ ഉള്ള മൊഴികളും അതുപോലെ തന്നെ പരാതികളുമാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും ഇതിൽ വിശ്വാസപൂർവമായ തെളിവുകൾ ശേഖരിക്കാനാവും പോലീസ് എന്തായാലും ശ്രമിക്കുന്നത്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. ഇത്തരത്തിലൊരു നിർണായകമായ വഴിത്തിരിവിലേക്ക് ഈ കേസ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ശരി, സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പൾസർ സുനി ദിലീപിന് അയച്ച കത്ത് പുറത്ത് വാഗ്ദാനം ചെയ്ത പണം നൽകണമെന്നും തനിക്കൊപ്പമുള്ള 5 പേരെ രക്ഷിക്കണമെന്നും കത്തിൽ സുനി ദിലീപിനോട് ആവശ്യപ്പെടുന്നു. സിജു ചേരുന്നു. സിജു, കത്തിൽ മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ, കത്ത് പൾസർ സുനി തന്നെ എഴുതിയതാണ് എന്നുള്ള രീതിയിലോ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. ധന്യ, പൾസർ സുനിയുടേതെന്ന് കരുതുന്ന കത്ത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പൾസർ സുനിക്ക് വാഗ്ദാനം ചെയ്തിരുന്ന തുക ഉടനടി തന്നെ നൽകണം. മാത്രമല്ല ഇനിയും തനിക്ക് തന്റെ കാര്യം സേഫാക്കിയേ പറ്റൂ. മാത്രമല്ല തന്നോടൊപ്പമുള്ള 5 പേരുടെ കാര്യം കൂടി ഇനി സേഫായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്രയും കാലം ഞാൻ ചേട്ടനെ വിശ്വാസത്തിലെടുത്തു. ചേട്ടൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദിലീപിനെയാണ്. ചേട്ടനെ ഞാൻ വിശ്വാസത്തിലെടുത്തു. ഇനിയും തുടർന്നും വിശ്വാസത്തിലെടുക്കണമെന്നുണ്ടെങ്കിൽ കാക്കനാട് ജില്ലാ ജയിലിലെ എന്റെ അഡ്രസ്സിലേക്ക് ഒരു 300 രൂപ മണി ഓർഡറായി അയക്കണം എന്നും പറയുന്നു. മാത്രമല്ല കത്തിൽ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, പൾസർ സുനി ഒളിവിലായിരുന്ന സമയത്ത് കാക്കനാട്ടെ ദിലീപിന്റെ സ്ഥാപനത്തിൽ എത്തിയിരുന്നുവെന്നും അപ്പോൾ അവിടെ ചെന്നപ്പോൾ ദിലീപിനെ കണ്ടില്ല, ആലുവയിൽ പോയി എന്ന കാര്യം അറിയാൻ കഴിഞ്ഞുവെന്നും പൾസർ സുനി കത്തിലൂടെ പറയുന്നുണ്ട്. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് നടിയുടെ ആളുകളും ചേട്ടന്റെ ശത്രുക്കളും തന്നെ ഇപ്പോഴും വന്ന് കാണുന്നുണ്ട്. ഉണ്ടായതിനു ശേഷം തന്റെ ജീവിതം മൊത്തത്തിൽ തകരാറിലായി എന്നും പൾസർ സുനിയുടേതായി പുറത്തു വന്ന കത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ കത്ത് സുനി തന്നെ എഴുതിയതാണോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഏതായാലും 14, അതായത് 4-ാം മാസം 12-ാം തീയതി കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ സീല് പതിച്ച ഒരു കത്താണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. ഈ കത്തിന്റെ ആധികാരികത സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ ദിലീപും അതോടൊപ്പം തന്നെ നാദിർഷയും ആരോപണം ഉന്നയിച്ചതുപോലെ ഈ കത്തും അല്ലെങ്കിൽ ഇവരുടെ ബ്ലാക്ക് മെയിലിംഗിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, നാദിർഷ ആരോപിച്ചതുപോലെ ഏതെങ്കിലും നടന്മാർ ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഉൾപ്പെടെ 6 പേർ ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലാണ്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായ സാഹചര്യം കൂടി ഇപ്പോൾ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ധന്യ. സിജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ദിലീപിനെതിരെ ഗൂഢാലോചനയുണ്ടെന്ന് നാദിർഷ. ദിലീപിന്റെ പേര് പറയാൻ തനിക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്ന് വിഷ്ണു തന്നോട് പറഞ്ഞെന്നും നാദിർഷ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു ദിവസം ഒരു കോൾ വന്ന് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ വളരെ പേഴ്സണലായിട്ട് എനിക്ക് കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ കുറേ പിള്ളേർ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ പെട്ട ഒരാളായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ചേട്ടാ എനിക്കൊന്ന് നേരിട്ട് കാണണം. ഞാൻ പറഞ്ഞു ആരാണ്? അല്ല നേരിട്ട് കണ്ടാലേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഈ പൾസർ സുനിയുടെ സുഹൃത്താണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ല ദിലീപേട്ടനെ എൻ്റെ അടുത്തൊരു കാര്യം വളരെ അർജൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ദിലീപേട്ടൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഞാൻ വളരെ പേഴ്സണലായിട്ട് കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ ഇതാരാണ് ഇത്, കാരണം ഒന്നാമത്തെ ഈ പൾസർ സുനിയുടെ ശബ്ദം ഒന്നും കാരണം എനിക്കത് ഫോണിൽ എനിക്കറിയാൻ പാടില്ല. പിന്നെ ശരിക്കും സാധാരണ മീഡിയയിൽ കൂടി കണ്ടിട്ടുള്ള പരിചയം മാത്രമേ എനിക്ക് ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പണിയാണ്, ഞാൻ തിരിച്ചു വിളിക്കാം. അപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് ഇത് റെക്കോർഡ് ചെയ്യണമെന്നൊരു തോന്നൽ. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഫോണിൽ റെക്കോർഡിംഗ് ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു അർജൻറ്റ് തിരക്കിലായിരുന്നു, അതിൻ്റെ പേരിലാണ്. എന്താണ് സംഭവം എന്ന് വെച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ദിലീപേട്ടന് ഒരു ടാർജറ്റ് ഉണ്ട്. അപ്പോൾ സുനി പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സുനിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പലരെയും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പോൾ അവസാനമാണ് ചേട്ടൻ്റെ നമ്പർ തപ്പിപ്പിടിച്ചപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടൻ അറിഞ്ഞോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ ഇപ്പം ചേട്ടൻ്റെ പേര് പറയൂ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവൻ പറയുന്നത് അവൻ്റെ പേര് വിഷ്ണു എന്നാണെന്ന് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചപ്പോൾ എൻ്റെ പേര് വിഷ്ണു, ഞാൻ എടപ്പള്ളിയിലാണ് വീട്. അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ള ആളാണ്? അപ്പോൾ ഇല്ല, ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ള ഞാൻ ഈ സുനീനെ എനിക്കറിയാം, അതിൻ്റെ പേര് സുനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണം ഞാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് പുള്ളി നിരപരാധിയാണെങ്കിലും പക്ഷെ പുള്ളിയുടെ പേര് പറയൂ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആദ്യ സമയത്തൊന്നും ഇതല്ലെങ്കിലും അകത്തായതിനു ശേഷം ദിലീപിൻ്റെ പേര് സ്പ്രെഡായി. ഇങ്ങനെ ദിലീപിൻ്റെ ഒരു ഊഹാപോഹം ദിലീപാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചർച്ച നടന്നതിന് ശേഷം എല്ലാവരും പറയുന്നുണ്ട് ദിലീപിൻ്റെ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞു ആരാണ് ഈ പറയണതെന്ന് വെച്ച്. അല്ല ചേട്ടാ, അത് അവസാനം നിർബന്ധിച്ചിട്ട് ഇയാൾ കുറേ പേരുകൾ പറഞ്ഞു. ഈ പേര് പറഞ്ഞാൽ നടിമാരുടെ ഉണ്ട്, നിർമ്മാതാക്കളുടെ പേരുണ്ട്, പിന്നെ നടന്മാരുടെ പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവർ പറഞ്ഞതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. അവർ പറഞ്ഞ പേരുകൾ, ആ പേര് പറഞ്ഞ സംഭവങ്ങളെല്ലാം വിശ്വസിച്ചിട്ട് നമ്മളിപ്പോൾ അവരുടെ പുറകെ പോവുകയാണെങ്കിൽ മലയാള ഇൻഡസ്ട്രിയിലോട്ട് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണത്. അല്ല ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ശരിക്കും ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പറഞ്ഞ സുനി പറഞ്ഞത് അവൻ ഇങ്ങനെയാണ്, എന്താണ് അവന് സ്വന്തമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദിലീപേട്ടൻ്റെ പേര് പറഞ്ഞ കാരണം കുറേ ആൾക്കാർ പറയുന്നുണ്ട് ദിലീപേട്ടൻ്റെ പേര് പറഞ്ഞോ, ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുക, ഇതിന് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ പൈസയുടെ ആവശ്യം വരുമല്ലോ, അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ദിലീപിൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. ഞങ്ങൾ പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടനെങ്കിലും കുറച്ച് കാശ്, കാരണം നമുക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ വരും, പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടൻ കാശ് തരണം. ഇതാണ് അവൻ്റെ ലക്ഷ്യം. എൻ്റെ അടുത്ത് പൈസ ഒന്നും പറഞ്ഞില്ല. അത് സിനിമ ഇൻഡസ്ട്രിയിൽ ശരിക്കും ഞാൻ പറയട്ടെ, പേഴ്സണലി ഞാൻ പറയാം, പുള്ളി പറഞ്ഞ പേരനുസരിച്ചിട്ടാണെങ്കിൽ പേരുകളനുസരിച്ചിട്ടാണെങ്കിൽ നമ്മളിതൊന്നും വിശ്വസിക്കില്ല. കാരണം ഏറ്റവും അടുത്ത മലയാള ഇൻഡസ്ട്രിയിൽ ഏറ്റവും ക്രീം ഒരു പേരുകളാണ് അതൊക്കെ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തന്റെ പേര് വലിച്ചിഴയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ദിലീപ്. 1.5 കോടി രൂപ വേണമെന്നാവശ്യപ്പെട്ടുവെന്ന് ദിലീപ് പരാതി നൽകി. തന്റെ ചിത്രങ്ങൾ തകർക്കാൻ ഗൂഢാലോചനയെന്നും ദിലീപ് പറഞ്ഞു. ബന്ധപ്പെട്ടു എല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൈമാറിയിട്ടുണ്ട്. എല്ലാം എത്തിച്ചത് ഞാൻ തന്നെയാണ്. എല്ലാ തെളിവുകളും അടക്കം കൊടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. നമ്മള് ഈ ജന്മത്തെ ഓർമ്മയിൽ കാണാത്ത നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിയമത്തിന്റെ വഴിക്ക് നീങ്ങുന്നത്. മാധ്യമങ്ങളോടുള്ള പ്രത്യേക ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ വെറുതെ വേണ്ടാതിനെ ആലോചിച്ച് വെച്ച് വളച്ചൊടിക്കരുത്. മറ്റു വാർത്തകളിലേക്ക്. ഹരിയാനയിൽ വർഗീയ കൊലപാതകം. പെരുന്നാൾ ആഘോഷത്തിന്റെ സാധനങ്ങൾ വാങ്ങി മടങ്ങുകയായിരുന്ന 15 വയസ്സുകാരനായ മദ്രസ വിദ്യാർത്ഥിയെ ഹിന്ദു വർഗീയവാദികൾ ട്രെയിനിനകത്ത് ദാരുണമായി കുത്തിക്കൊലപ്പെടുത്തി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കൊല്ലപ്പെട്ട ജുനൈദ് ഉൾപ്പെടെ 4 സഹോദരങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ബൃന്ദ കാരാട്ട്, മുഹമ്മദ് സലീം എന്നിവർ ആക്രമണത്തിനിരയായവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. രാജ്യത്ത് വളർന്നുവരുന്ന അസഹിഷ്ണുതയുടെ ഒടുവിലത്തെ ഉദാഹരണമെന്ന് PB അംഗം പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു.
വിവരിച്ചു. എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? പരിക്കേറ്റ ആളുകളെല്ലാം ആശുപത്രിയിലാണോ? എന്തായിരുന്നു ആക്രമണത്തിന് കാരണം? മറ്റു വിശദാംശങ്ങൾ. ധന്യ, ഇന്നലെ രാത്രിയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ദില്ലിയിൽ നിന്നും ഈദ് ആഘോഷത്തിനുള്ള സാധനങ്ങൾ വാങ്ങി സ്വദേശമായ ഹരിയാനയിലെ ബല്ലാബ്ഗഡിലേക്ക് മടങ്ങുകയായിരുന്നു കൊല്ലപ്പെട്ട ജുനൈദ് ഉൾപ്പെടെ 4 സഹോദരങ്ങൾ. തുഗ്ലക്കാബാദ് സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ കയറിയ 15 പേരിലധികം വരുന്ന സംഘം ഇവരെ വർഗീയമായി അധിക്ഷേപിച്ചു. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയ്ക്കെതിരെ ട്രെയിനിലെ യാത്രക്കാർ ചിലർ പ്രതിഷേധിച്ചെങ്കിലും അക്രമി സംഘം ഇവരെ കത്തിയും വടിയും കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇറങ്ങേണ്ട സ്ഥലമായ ബല്ലാബ്ഗഡ് സ്റ്റേഷനിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ സഹോദരങ്ങളെ തടഞ്ഞുവെച്ച് ശാരീരിക ആക്രമണം തുടർന്നു. 15 വയസ്സുകാരനായ ജുനൈദിനെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തി. സഹോദരൻ ഷക്കീറിനും കുത്തേരു. ഷക്കീറിന്റെ താടി പിഴുതെടുക്കാനുള്ള ശ്രമവും ഉണ്ടായി. ദില്ലിയിൽ നിന്നും 20 കിലോമീറ്റർ അകലെ അസ്വത്തിലെത്തിയപ്പോൾ ട്രെയിനിൽ നിന്നും ഇവരെ വലിച്ചെറിഞ്ഞു. വഴിയാത്രക്കാരാണ് സഹോദരങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമണം നടന്ന ട്രെയിനിലെ ബോഗി നിറയെ രക്തം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. വർഗീയ ആക്രമണത്തെ CPIM പോളിറ്റ് ബ്യൂറോ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. CPIM PB അംഗങ്ങളായ ബൃന്ദ കാരാട്ടും മുഹമ്മദ് സലീമും ആശുപത്രിയിൽ കഴിയുന്ന സഹോദരങ്ങളെയും ജുനൈദിന്റെ മാതാപിതാക്കളെയും സന്ദർശിച്ചു. വർഗീയ വിദ്വേഷത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണമെന്നും CPIM ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എം സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേള. വാർത്തയിലേക്ക്. BJP നേതാക്കൾ കള്ളനോട്ടടിച്ച കേസിൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക്. മുഖ്യപ്രതി രാകേഷിന്റെ ദില്ലി, മുംബൈ നഗരങ്ങളിലെ ബന്ധങ്ങളും ഇടപാടുകളും പോലീസ് പരിശോധിക്കും. രാകേഷിന്റെയും സഹോദരൻ രാജീവിന്റെയും സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനും അന്വേഷണം. IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കള്ളനോട്ടുകളും അച്ചടിയന്ത്രവുമായി വീട്ടിൽ നിന്ന് പിടിയിലായ BJP നേതാവ് രാകേഷിനും സഹോദരൻ രാജീവിനും മുംബൈയിലും ദില്ലിയിലും ബന്ധങ്ങളുണ്ടെന്ന പോലീസിന് വിവരം ലഭിച്ചു. ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഇരു നഗരങ്ങളിലും താമസിച്ചിരുന്നുവെന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും സൂചനയുണ്ട്. ഒളിവിൽ പോയ രാജീവിന് താവളമൊരുക്കുന്നത് പഴയ സുഹൃത്തുക്കളാണോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് തൃശൂർ റൂറൽ SP N വിജയകുമാർ പറഞ്ഞു. രാജീവിനെ കണ്ടെത്താൻ മുംബൈ, ദില്ലി നഗരങ്ങളിലേക്ക് സംഘത്തെ അയക്കും. അതിനിടെ സഹോദരന്മാരുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ അന്വേഷണം ആരംഭിച്ചു. ഇരുവരുടെയും മുൻകാല മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ പരിശോധിച്ച പതിവായി വിളിച്ചിരുന്ന കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണനാണ് അന്വേഷണ ചുമതല. ഇന്നലെ റിമാൻഡിലായ BJP ശ്രീനാരായണപുരം കിഴക്കൻ മേഖലാ പ്രസിഡന്റ് രാകേഷിനെ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊല്ലം ചിതറയിൽ വീട്ടമ്മയെയും യുവാവിനെയും തെങ്ങിൽ കെട്ടിയിട്ടത് മോഷണത്തിനു വേണ്ടിയെന്ന് ആക്രമണത്തിനിരയായ വീട്ടമ്മ. തന്റെ 2 മണിക്കൂറിലേറെ മരത്തിൽ കെട്ടിയിട്ട സംഘം ചിത്രങ്ങളെടുത്ത് പ്രചരിപ്പിച്ചെന്നും വീട്ടമ്മ പീപ്പിൾ TVയോട് പ്രതികരിച്ചു. ഈ മാസം 12-ന് രാത്രിയിലാണ് ഒരു സംഘം ആൾക്കാർ ചിതറ സ്വദേശിയായ സ്ത്രീയുടെ വീടിന്റെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്തെത്തിയ ശേഷം തറയിലൂടെ വലിച്ചടിച്ച് 2 മണിക്കൂറിലേറെ മരത്തിൽ കെട്ടിയിട്ടത്. 46-കാരിയായ സ്ത്രീയുടെ മകന്റെ സുഹൃത്തിനെയും കെട്ടിയിട്ടു. ഇരുവരെയും മരത്തിൽ കെട്ടിയിട്ട ശേഷം മർദ്ദിച്ചവശരാക്കി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴേക്കും അക്രമികൾ സ്ഥലം വിട്ടു. തുടർന്ന് അക്രമികളുടെ പേര് സഹിതം പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. കടമായി പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തതാണ് തന്നെയും യുവാവിനെ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങളും പണവും കവരാൻ കാരണമെന്നും വീട്ടമ്മ ആരോപിച്ചു. തന്നെ അപമാനിക്കാനാണ് ചിത്രങ്ങളെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതെന്നും വീട്ടമ്മ പറഞ്ഞു. എന്നെയും അവരെയും കൂടെ വീട്ടിനകത്തുനിന്ന് പിടിച്ചിറക്കി. അവൻ കിടന്ന റൂമിൽ തുറന്ന് കതവ് തുറന്ന് പിടിച്ചിറക്കി. എന്നെയും പിടിച്ചിറക്കി. മറ്റുള്ളവരെ ഇവിടെ വീട്ടിലുള്ളവരായിട്ട് പൂട്ടിക്കളഞ്ഞു. പിടിച്ചിറക്കി. ഇവൻ തെങ്ങ് അടിച്ച് വീട്ടിനകത്തിട്ട് അടിച്ചിട്ട് കൊണ്ടുപോയി തെങ്ങിൽ കെട്ടിയിട്ടിട്ട് വന്ന ശേഷം അലമാര കുത്തി തുറന്ന് ഇവിടെ പൈസ ഉണ്ടായിരുന്നു, സ്വർണ്ണം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ കഴുത്തിൽ കിടന്ന മാല വലിച്ച് പൊട്ടിച്ചെടുത്ത് 3 പൗണ്ട് മാല. വീട്ടിനകത്ത് കിടന്ന ഉപകരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ മൊത്തം അടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഏതാനും വർഷം മുമ്പ് ഇവരുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്. ഏകമകൻ ജോലിയുടെ ഭാഗമായി ദൂരെയാണ് താമസം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സൗദി അറേബ്യയിലെ മക്കയിലുണ്ടായ ഭീകരാക്രമണ ശ്രമം സുരക്ഷാസേന തകർത്തു. ഹറം പള്ളിയെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണമെന്ന് സൗദി ആഭ്യന്തര വകുപ്പ് വക്താവ് അറിയിച്ചു. റംസാനിലെ അവസാന വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കവെയായിരുന്നു ആക്രമണം. മേഖലയിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു. മക്കയിലെ ഹൈ അജിയാസ് അൽ സുഫായിൽ സംശയം തോന്നിയ കേന്ദ്രം പോലീസ് വളഞ്ഞപ്പോഴാണ് ഭീകരവാദിയെന്ന് സംശയിക്കുന്നയാൾ സ്വയം പൊട്ടിത്തെറിച്ചത്. മക്കയിലും ജിദ്ദയിലും ഭീകരരുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവർ പോലീസ് പിടിയിലായി. ഇവരുടെ താമസ കേന്ദ്രം പോലീസ് വളയുകയായിരുന്നു.
ഒരാളെ മക്കയിലെ അൽ അലീസ ഡിസ്ട്രിക്റ്റിലും മറ്റൊരാളെ ഉമ്മുസലാമിലുമാണ് പിടികൂടിയത്. പെട്രോളിംഗ് വിഭാഗം, കുറ്റാന്വേഷണ വിഭാഗം തുടങ്ങിയവർ സ്ഥലം വളഞ്ഞ് കനത്ത പോലീസ് വലയം തീർത്താണ് ഭീകരരെ പിടികൂടിയത്. തുടർന്നുള്ള പരിശോധനയ്ക്കിടെ മക്കയിൽ തന്നെ അജ്വാസ് അൽ മസാഫിയിൽ ഭീകരർ ഒളിച്ചിരുന്ന വീട് സുരക്ഷാസേന വളഞ്ഞു. റംസാനിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരുള്ള സമയത്ത് മക്കയിൽ ഭീകരരെ പിടികൂടാനായത് ഏറെ പ്രാധാന്യത്തോടെയാണ് സുരക്ഷാസേന കാണുന്നത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഭരണരംഗത്തെ പ്രമുഖരുമെല്ലാം മക്കയിലുണ്ട്. ന്യൂസ് ഡെസ്ക്. കോഴിക്കോട് കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി സംസ്ഥാന റവന്യൂ സെക്രട്ടറി PH കുര്യൻ പറഞ്ഞു. അന്വേഷണത്തിനായി റവന്യൂ സെക്രട്ടറി PH കുര്യൻ ചെമ്മനോടയിലെത്തിയപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. പ്രാഥമികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വീഴ്ചയുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് നേരത്തെ ചെയ്യാവുന്നതായിരുന്നു. താലൂക്ക് ഓഫീസ് ഞാൻ കണ്ടെടുത്തോളും. താലൂക്ക് ഓഫീസിൽ കഴിഞ്ഞ വർഷം താൽക്കാലികമായിട്ട് നികുതി അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടൊരു, അപ്പോൾ ഈ വ്യക്തി, നമ്മളിപ്പോൾ മരണപ്പെട്ട ആ വ്യക്തി, ആ താൽക്കാലികം പോരാ, അയാൾക്ക് പെർമനൻ്റായിട്ട് അടച്ചു കൊടുക്കണം. അപ്പോൾ താൽക്കാലികമായിട്ട് അടയ്ക്കാനായിട്ടൊരു വകുപ്പ് നിയമത്തിലില്ല. അത് പെർമനൻ്റാക്കി കൊടുക്കാതിരുന്നതാണ്. അതുപോലെ സമാന സാഹചര്യത്തിൽ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന കാര്യത്തിൽ അവർ കുറച്ച് ഡിലേ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെ ഒരു വീഴ്ചയായിട്ട് നമ്മൾ കാണണം. അതാണല്ലോ അവരുടെ പേരിൽ പിന്നെ ശിക്ഷാ നടപടികൾ ചെയ്തത്. അത് ഇനിയിപ്പം പുള്ളി ആരൊക്കെയാണ്, ഇനി ആരെങ്കിലും റെസ്പോൺസിബിൾ ഉണ്ടോ എന്ന് നോക്കി കഴിയുമ്പോൾ അവരുടെ പേരിൽ നടപടി ഉണ്ടാവും. ലതീഷ് ചേർന്നു. ലതീഷ്, സംഭവത്തെക്കുറിച്ച് റവന്യൂ സെക്രട്ടറി ഏത് രീതിയിലാണ് പ്രതികരിച്ചത്? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? 11:30 ചെമ്പനോടയിൽ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ എത്തിയത്. വില്ലേജ് ഓഫീസായിരുന്നു അദ്ദേഹം ആദ്യം സന്ദർശിച്ചത്. 1.5 മണിക്കൂറോളം ഓഫീസ് രേഖകൾ അദ്ദേഹം പരിശോധിച്ചു. കോഴിക്കോട് ജില്ലാ കളക്ടർ UV ജോസ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ചെമ്പനോടയിൽ എത്തിയിരുന്നു. പരിശോധന പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നതിനിടെ യൂത്ത് ലീഗുകാർ പ്രതിഷേധവുമായി എത്തി. ഇവരെ നാട്ടുകാർ കൈകാര്യം ചെയ്യും എന്ന നിലപാടോടെയാണ് പോലീസ് ഇടപെട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് PH കുര്യൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി പ്രാഥമിക ഘട്ടത്തിൽ തന്നെ സർക്കാരിന് അല്ലെങ്കിൽ റവന്യൂ അധികാരികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെ ഇപ്പോൾ സസ്പെൻഷൻ എന്ന ആദ്യഘട്ട നടപടി എടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷിച്ച ശേഷം കൂടുതൽ തെറ്റ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കർഷകരുടെ പരാതി കേൾക്കാനായി ചെമ്മനോട് ടൗണിലെ വായനശാലയിൽ പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു. ജോയിയെ പോലെ തന്നെ നിരവധി കർഷകർ, നികുതി അടയ്ക്കാനാവാത്ത നിരവധി കർഷകർ ഇവിടെ ചീഫ് സെക്രട്ടറി മുമ്പാകെ പരാതിയുമായി എത്തി. ജോയിയുടെ കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിൽ ആത്മഹത്യ ചെയ്ത ജോയിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം ഇവരുമായി വിശദമായി ചർച്ച നടത്തിയ ശേഷമാണിപ്പോൾ റവന്യൂ സെക്രട്ടറി കോഴിക്കോട്ടേക്ക് മടങ്ങുന്നത്. ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 4 മണിയോടുകൂടി അഡീഷണൽ തഹസിൽദാർ തസ്തികയ്ക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരുമായി ഇദ്ദേഹം പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കലക്ടറേറ്റിലാണ് ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങൾ അടക്കം, അതേപോലെ തന്നെ ഭൂനികുതി അടയ്ക്കുന്നതിൽ കാലതാമസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരിക്കും ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക തന്നെ. ചൈനയ്ക്കുള്ളിൽ ഒരു സോവിയറ്റ് യൂണിയനോ? കൈരളി TV എഡിറ്റർ ജോൺ ബ്രിട്ടാസ് ചൈന സന്ദർശിച്ചപ്പോൾ കണ്ട ഒരു കാഴ്ച ഇന്നത്തെ ചൈനീസ് ഡയറിയിൽ. ചൈനയ്ക്കുള്ളിലെ ആദ്യത്തെ പരമാധികാര രാഷ്ട്രം ഇവിടെയാണ് രൂപീകരിക്കപ്പെട്ടത്. മാവോയുടെ നേതൃത്വത്തിൽ 6 മന്ത്രിമാർ ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭ 931 ഇവിടെ അധികാരത്തിൽ. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവപാത ആരംഭിക്കുന്നത്. ലോങ് മാർച്ചും തുടങ്ങുന്നത് ഇവിടെ നിന്ന് തന്നെ. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ചൈനയ്ക്കുമുണ്ട് ഒരു സോവിയറ്റ്
റിപ്പബ്ലിക് പശ്ചാത്തലം. ചൈന എന്ന വിസ്തൃത ഭൂമികയ്ക്കുള്ളിൽ 1931 മാവോ സെത്തുങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപീകരിച്ച പരമാധികാര രാഷ്ട്രമാണ് സോവിയറ്റ് റിപ്പബ്ലിക് ഓഫ് ചൈന. വടക്ക് കിഴക്കൻ മേഖലയിൽ ഏതാനും പ്രവിശ്യകളടങ്ങുന്ന ഭരണ സംവിധാനമായിരുന്നു ഇത്. 6 വർഷം മാത്രമേ ഈ പരീക്ഷണം നീണ്ടുനിന്നുള്ളൂ എങ്കിലും വിപ്ലവാനന്തര ചൈനയെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ പരീക്ഷണ സർക്കാർ ജനങ്ങൾക്ക് പകർന്നു നൽകിയത്. എട്ട് പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ചൈനയ്ക്കുള്ളിലെ സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ആസ്ഥാന മന്ദിരങ്ങളും മറ്റ് അടയാളങ്ങളും ചൈനീസ് ഗവൺമെന്റ് പരിപാലിക്കുകയാണ്. മാവോ ആയിരുന്നു പ്രധാനമന്ത്രി. 6 മന്ത്രിമാരുണ്ടായിരുന്നു. അന്നത്തെ സർക്കാർ വകുപ്പുകളുടെ ശേഷിപ്പുകളും എന്തിനേറെ കറൻസികൾ പോലും അതുപോലെ സൂക്ഷിച്ചിരിക്കുന്നു. മാവോ വെള്ളം കുടിച്ചിരുന്ന കിണറാണ്. ഈ കിണറിൽ നിന്നാണ് മാവോയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും വെള്ളമെടുക്കുകയും കുടിക്കുകയും ചെയ്തു. ഇന്നൊരു സ്മാരകമായി സംരക്ഷിക്കുകയും ആൾക്കാർ വിപ്ലവ വീര്യം ആവാഹിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്. കുമിന്താങ്ങുമായി തുടർച്ചയായി ഏറ്റുമുട്ടിയ ചെമ്പടയ്ക്ക് 1.5 ലക്ഷത്തോളം പേരുടെ അംഗബലവും ഉണ്ടായിരുന്നു. മാവോയുടെ താമസ കേന്ദ്രത്തിനോട് ചേർന്ന മരത്തിലാണ് കുമിന്താങ്ങിന്റെ ബോംബ് വർഷം നടന്നത്. തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ആസ്ഥാനം മാറ്റുകയും ചെയ്തു. ഈ പുറകിലുള്ള ബിൽഡിംഗിൽ മാവോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മരത്തിന് മുകളിൽ ഒരു ബോംബ് വീണത്. വളരെ സുപ്രധാനമായ ഒരു മരമായിട്ടാണ് ഇന്ന് ചൈനക്കാർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കിങ് ഓഫ് ട്രീസ് അല്ല, എല്ലാ മരങ്ങളുടെയും രാജാവ് എന്നുള്ള പേരിലാണ് ഈ മരം അറിയപ്പെടുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം കോൺഗ്രസ് നടന്ന സ്ഥലമാണിത്. ഇവിടെയാണ് മാവോയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് ആരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം കോൺഗ്രസ് വേദിയിൽ നിന്ന് കൈരളിക്ക് വേണ്ടി ജോൺ ബ്രിഫ്.